എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പപ്പിക്കുട്ടി ഉണ്ട് കേട്ടാ. നമ്മള് ഇവര് നല്ല പേടിയുണ്ട് കേട്ടാ. ആദ്യമായിട്ടല്ലേ ഈ പപ്പീനെ പിടിക്കണത്? ഇതാണ് പപ്പിക്കുട്ടി. എന്റെ മൂത്ത് മാന്തടിക്കോട്ടാ, ശരിക്കും പിടിക്കണ അങ്ങനെ തന്നെ പിടിച്ചു. അപ്പൊ അനങ്ങില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി പപ്പീനെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൊമാറ്റോയുടെ ഉള്ളിൽ ഒരു ബാഗ് വെച്ചിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. സൊമാറ്റോയുടെ ഇതിലല്ല, അതിൽ ഭക്ഷണം കൊടുക്കണതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബാഗ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആക്ച്വലി നമ്മൾ പപ്പിക്ക് വേണ്ട എന്തേ നെത്തോ വെച്ചോ. ഹലോ, ഇവിടെ പേര് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പേര് എല്ലാം കൺഫേം ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. പേര് ഞാൻ ഇട്ടിട്ടില്ല. പേര് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിലത്തിരിക്കാം. ഇന്ന് ആക്ച്വലി പപ്പിക്ക് വേണ്ട സാധനങ്ങൾ, ഓക്കെ, പപ്പിക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു കൂട് വാങ്ങണം, സെയിം ഡേ ആണ് ഷൂട്ട് ചെയ്യണത്. സെയിം ഡേ തന്നെയാണ് നമ്മൾ സാധനങ്ങളും വാങ്ങുന്നത് കേട്ടോ. കുറച്ച് നേരം നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിൽ ഇട്ടിട്ടുള്ളൂ. പ്രാക്ക് അതിന് നല്ല ഇടിവെട്ടുണ്ട്, പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. വന്നപ്പോൾ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഇപ്പൊ ഒതുങ്ങിയുണ്ട് തോന്നുന്നു അല്ലേ, പേടിച്ചിട്ടാന്നുണ്ട്, അറിയില്ല. നല്ല ഇടിവെട്ട് ഉമ്മാതിരി ഇടിവെട്ടാട്ടോ. നോക്കിയതേ, ഈ ഒരു ചെപ്പിലിട്ടിട്ടാ കൊണ്ടുവന്നത് കേട്ടോ. സൊമാറ്റോയുടെ ബാഗിലല്ല, അതിൻ്റെ ഉള്ളിൽ ഈ ചെപ്പ് വെച്ചിട്ടാണ് കൊണ്ടത്. നല്ല ഇടിവെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടിവെട്ട് മഴയാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പൊ ഒന്ന് ഒതുങ്ങിയതാണ്. അവിടെയൊക്കെ വെള്ളം ചാടണം നോക്കിയാൽ അവിടെ നമ്മുടെ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു അൺബോക്സിങ് വീഡിയോ വേറെ വരാനുണ്ട്. ഒരു ഇലക്ട്രിക് സൈക്കിൾ വരുന്നുണ്ട്, സൊമാറ്റോയുടെ വ്ളോഗ് വരാനുണ്ട്, അങ്ങനെ ഓരോന്നോരോന്ന് വരാനുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ആക്ച്വലി നമുക്ക് സാധനങ്ങൾ വാങ്ങണം. മഴയൊന്ന് ഒതുങ്ങിയിട്ട് വേണം കേട്ടോ പോയി വാങ്ങാൻ വേണ്ടിയിട്ട്. പേടി മാറിയിട്ടില്ല എൻ്റെ പേടി മാറിയിട്ടില്ല എന്നുണ്ട് കേട്ടോ. സോ ഇന്ന് ആക്ച്വലി നമുക്ക് സാധനങ്ങൾ വാങ്ങണം. കൂട് വാങ്ങണം. പിന്നെ എന്നിട്ട് വാങ്ങാം യോഹിൻ, കൂടും ഫുഡും ആദ്യം വാങ്ങാം. കൂട് വാങ്ങാം, ഫുഡ് വാങ്ങാം, പിന്നെ വേറെ എന്നിട്ട് വാങ്ങാനുള്ള, പിന്നെ ഓരോന്നോരോന്ന് കമന്റ് ബോക്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വാങ്ങാം. അങ്ങനെ പിടിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. ഇന്ന് അത്യാവശ്യമായിട്ട് കൂടും അതുപോലെ തന്നെ ഫുഡും വാങ്ങണം. ഇതിപ്പോൾ കാലത്ത് ഫുഡ് കൊടുത്തതാണ്, പിന്നെ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളം കൊടുത്തു, ഇപ്പം തന്നെ വേറെ ഫുഡും കാര്യമൊന്നും കൊടുത്തില്ല. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ അടുത്ത ഇത് കൊടുക്കണം. ചെറിയ ഉണ്ണിയല്ലേ, കുട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് വയറിരിക്കണ വെള്ളം കൊടുത്തിട്ട് ഓവർ ഫീഡിങ്ങും പാടില്ല എന്നുകൊണ്ട് കേട്ടോ. കൂടുതൽ ഫീഡ് ചെയ്യാനും പാടില്ല. എന്തായാലും മണ്ടത്തരം പറ്റുമെന്ന് എൻ്റെ പേടി കേട്ടോ. കുറെ ഫുഡ് കഴിച്ചിട്ടാണ് വെള്ളം കുടിച്ചു. ഒരു കാ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കറിയില്ല, ആദ്യമായിട്ടാണ് ഒരു പപ്പീനെ ടേക്ക് കെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡും കൂടും കാര്യങ്ങളെല്ലാം വാങ്ങാം കേട്ടോ. മഴയാണ്, മഴ കുറഞ്ഞിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പെറ്റ് ഷോപ്പിലേക്കാണ്. നമ്മുടെ പോണ വഴിയിൽ തന്നെയാണ്. അപ്പോൾ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതാ ഇവിടെ നിർത്താം, അല്ല കാർ കൊണ്ടുവരും, ഞാൻ പിടിച്ചു കൊണ്ടുപോകാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ചേട്ടാ, ഇത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള പപ്പീസിനൊക്കെ കിട്ടില്ലേ? ബീഗിൾ പപ്പി ഇങ്ങനത്തെ കൂട്ടിലിടാം അല്ലേ? കാരണം വേറെ കൂടില്ലേ നമുക്ക്, ഇതിലിടാൻ പറ്റൂല്ലേ? ഓക്കെ. ചേച്ചി പാട്ടൊന്ന് കുറയ്ക്കും. അതെന്തിനാ ട്രേ? ഗ്രിപ്പിനല്ലേ? പറഞ്ഞു എന്ന് മാത്രല്ല. ഇത് പോംബ്രേനല്ലേ? അതോ ഷിറ്റ്സുവിന്റെ? അതിനൊക്കെ എത്ര വരണേ? 12. പോംബ്രേനോ 4500. ഇവിടെ കുറെ പപ്പീസ് ഉണ്ട്. ഡാഷ് ഉണ്ട് അല്ലേ? ഡാഷിന് എത്ര വരണേ? 3500, 4500. പിന്നെ എല്ലാം ഉണ്ടല്ലേ? അടിപൊളി. മൊയിലൂട്ടി ഉണ്ട്. ട്രൈ അങ്ങോട്ട് വലിച്ചെടുക്കാം അല്ലേ? ഓക്കെ, ഇടാൻ പറ്റൂല്ലേ? അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് എത്രയായിരുന്നു റേറ്റ് പറഞ്ഞത്? 3200. ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആള് തന്നിട്ടുണ്ട് കേട്ടോ. 3200 ഇത് വരണത്. പിന്നെ നമ്മൾ എന്തിട്ടാ വാങ്ങിയ ഫുഡ് എനിക്ക് അറിയില്ല എന്താ സംഭവം. ഇതെന്താ സംഭവം ആക്ച്വലി? പപ്പീസിന് 3 നേരം കൊടുക്കണം അല്ലേ? ഇതാണോ ഏതെടുക്കണ്ടേ? ഇതിന് എത്ര വരണേ? 800 രൂപ വരുന്നുണ്ട് അല്ലേ? ഇത് എല്ലാത്തിനും കൊടുക്കാൻ അല്ല? ഓക്കെ. അല്ല, ഞാൻ മീനിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഇനിയിപ്പോ മീനും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു.
അപ്പൊ ഹെൽത്തി മിനി പപ്പിക്ക് വേണ്ടിട്ട് കേട്ടോ. അഡൽട്ട് വെയിറ്റ് എന്നിട്ട് 10 കിലോ ആവണ വരെ 10 കിലോ ഡോഗ് ആവണ വരെ ഇത് കൊടുക്കാം. ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണോ? ഓക്കെ. മനസ്സിലായി. അപ്പൊ ഈ ഒരു ഇത് എടുത്തിട്ടുണ്ട്. ഇത് എത്ര കാലം ഓടും? ഇത് 1 മാസമൊക്കെ ഓടും? 3 നേരം കൊടുത്ത 2 ആഴ്ച ഉള്ളു അല്ലേ? 2 ആഴ്ചക്ക് ഓടുള്ളൂ കേട്ടോ. കാരണം അപ്പൊ പിന്നെ ഇതിന് 800 രൂപ ഉണ്ടല്ലോ. 1 കിലോ ഉണ്ട് അത്? ഇത് 1 കിലോ ഉണ്ട് കേട്ടോ. ഇതാണ് എടുത്തിരിക്കണത്. അപ്പൊ ഏതാ ബ്രാൻഡ് ഇത്? ഹാപ്പി ഡോഗോ? മെയ്ഡ് ഇൻ ജർമ്മനിയാണ് വരുന്നത് കേട്ടോ. 800 രൂപ. ഇത് 10 കിലോ പപ്പി ആവണ വരെ ഇത് കൊടുക്കാൻ പറ്റട്ടാ. എനിക്ക് ഓരോന്ന് ഞാൻ പഠിച്ചു വരണുള്ളൂ. അപ്പൊ ഇതും ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. കേജ് എടുത്തിട്ടുണ്ട്. കേജ് നമ്മുടെ അവിടെ പുറത്ത് പണിയണില്ല, ബീഗിളായതുകൊണ്ട്. ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് തുറക്കണ്ട. ഇതാണ് സംഭവം അല്ലേ? ഓക്കെ. അതുകൊണ്ട് പൊക്കി കഴിഞ്ഞ് സാധനം കിട്ടും കേട്ടോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഷും കാര്യങ്ങളൊന്നും ഇപ്പൊ വാങ്ങണില്ല, കാരണം പപ്പി ഭയങ്കര ചെറുതല്ല. അതിന്റെ കഴുത്തിലിട്ട് വലിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ലീഷും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങണില്ല. എല്ലാ സംഭവം ഉണ്ട്. ചെറിയ പപ്പിക്കുള്ള ലീഷ് വരെ ഉണ്ടല്ലേ? പപ്പിക്ക് ഓക്കെ. മനസ്സിലായി. അങ്ങനെ ഇട്ടാൽ മതിയല്ല. ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പപ്പീസിനെ ഇതിപ്പോ ഞാൻ വാങ്ങണില്ല. എന്തായാലും കയ്യിൽ പിടിച്ച് കൊണ്ട് കിടക്കാം. അപ്പോൾ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ട്രീറ്റാന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ ട്രീറ്റാണ് കേട്ടാ. ക്യാറ്റിനുള്ളത്? ക്യാറ്റിനും ഡോഗിനും ഉള്ളതുണ്ട്. ഓക്കെ. ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് പർച്ചേസ് ചെയ്യട്ടാ. ഇപ്പൊ നമുക്ക് ഇത് മതി ഗൈസ്. സോ ഗൈസ്, സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 3500 രൂപയാണ് കേട്ടോ ഇതിന് വില വന്നത്. 3500 രൂപയാണ് കൂടിന് വന്നത്. ഓൾമോസ്റ്റ് വലിയ പപ്പി ആയാലും ഇതിൽ തന്നെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടെ ഒരെണ്ണം പണിയണമെങ്കിൽ 15,000 രൂപ വേറെ കൊടുക്കേണ്ടി വരും. അത് പുറത്ത് ബീഗിളിനെ അങ്ങനെ പുറത്തിട്ട് വളർത്തുന്ന ഗാർഡ് ചെയ്യുന്ന ഡോഗ് അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ കൂട് വാങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇത് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നിങ്ങൾ ആരെങ്കിലും കൂട് വാങ്ങുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പപ്പീനെ വാങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് നല്ലോണം പരിചയമുള്ള ഒരാളുടെയാണ് കേട്ടോ. നമ്മുടെ കസിൻ ബ്രദറാണ്. ആളുടെ അടുത്ത് നിന്നാണ് പപ്പീനെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫാമോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എപ്പോഴും 2-3 ബ്രീഡിന്റെ പപ്പീസ് ആളുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് താഴെ ഇത് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്തിട്ട് വെക്കാം. കാരണം നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പപ്പീനെ ഒന്ന് സേഫ് ആക്കിയിട്ട് ആ കൂട്ടിൽ തന്നെ വെച്ചിരിക്കണം. ആ കാർബോണിൻ്റെ പെട്ടിയിലാണ് വെച്ചിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട് വരുന്നത്. ഇത് കുറച്ച് കാലത്തേക്ക് ഓടിക്കോളെന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ ഒരു കൂട്ടിൽ തന്നെ ആളെയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കൂട് വരുന്നത്. ഇതാണ് കൂട് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഈ സാധനം റെഡിയാക്കി വെച്ചാൽ മതി. ഇത് വലിയ കൂടാ. പുറത്ത് ഒടുക്കത്തെ ഇതാണ് കേട്ടാ. ഒരു രക്ഷയില്ലാത്ത ഇടിവെട്ടും മഴ കാരണം അവിടെ വെക്കുന്നതിനകത്ത് വെക്കും. അതിന്റെ മേലെ അസംബിൾ ചെയ്യാം. കൂട് വാങ്ങിയിട്ടുണ്ട്. നീ എന്നിട്ട് പറയാൻ വന്നേ? സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? സെറ്റ് ചെയ്യാൻ ജസ്റ്റ് മടക്കി വെച്ചിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിരുന്നു. നീ കവറിന്ന് പയ്യൊരു കീറണ്ടാട്ടാ. കവറ് ഊരിയാൽ മതി. പിന്നെ ഫുഡ് ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ, ഈ ഫുഡാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. 2 ആഴ്ച കൂടുന്ന പറഞ്ഞിരിക്കണം. ഞാൻ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പാല് എപ്പോഴും കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. ഞങ്ങൾ തന്നെ ഇവന് വരെ പാല് ഞങ്ങൾ കൊടുക്കാറില്ല. തികയില്ല കേട്ടോ, മുതലാവില്ല. പാലിൽ കൊടുക്കണത് നീ കൊടുക്കോ? അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സാധനം കൊടുക്കാനാണ് ഈ ഫുഡാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ഞാൻ പയ്യെ പൊക്കാം, എന്നിട്ട് നീ ഈ സാധനം നിവർത്തും. ഈ സാധനം ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് മടക്കി വെച്ചിരിക്കുന്നതാണ്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂട്യൂബിൽ വലിയ കാര്യത്തിൽ തപ്പാന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ക്ലിപ്പുകൾ കണ്ട ഈ സാധനം ഇതൊന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് ബലം പ്രവചിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കൂട് സെറ്റായി കേട്ടോ. നോക്കിയേ, ഈ കൂട് നോക്കി ഫുള്ള് അൾട്രാവയലറ്റ് ഇത് കണ്ടു കൂട് കണ്ട ഫുള്ള് ഒരു കൂടായി. നീ പറഞ്ഞില്ലേ പപ്പിയുടെ ഫുഡ് വേസ്റ്റും യൂറിനും കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാണെന്നറിയോ? ഈ സാധനം കണ്ട ഇതിൻ്റെ അടിയിലൊരു ട്രൈ ഉണ്ട്. ഈ ട്രൈ ഇങ്ങോട്ട് വെച്ചെടുക്കാൻ പറ്റും. ഇതാ അതിൻ്റെ ട്രൈ. ഇത് ഇപ്പൊ ലോക്കാണ്. ഇത് ഇങ്ങോട്ട് വെച്ചെടുക്കാം. അത് കളയാ അതുപോലെ തന്നെ വെക്കുക. ഇതൊന്നും അമ്മ കണ്ടിട്ടില്ല. അമ്മ കണ്ടെങ്കിൽ അമ്മ പിന്നെയും ഒരു ഇത് പറഞ്ഞേനെ. അമ്മ നേരത്തെ നോക്കിയപ്പോ ഒന്നും കാണാത്ത ഒരു രീതിയിലല്ലേ. ഇവിടെയാണ് അതിന്റെ മൈക്ക് വരുന്നത്. അത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ
ഒന്നും കഴിക്കില്ല. സോ ഇതാണ് കൂട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂട് ഇത്രയ്ക്കേ ഉള്ളൂ. 3200 രൂപ. ഫുഡിന് ആക്ച്വലി 400 രൂപ 500 രൂപ ഞങ്ങളുടെ ഫുഡായത്. 600 രൂപ ഞങ്ങളുടെ കേട്ടോ. 600 രൂപ ഞങ്ങളുടെ ഫുഡായത്. ഇനി സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. ഞാൻ ഈ മഴയുടെ ഇടയിൽ പെട്ടെന്ന് പോയി വാങ്ങിയതാണ്. പയ്യെ കൊണ്ടുപോകാം കേട്ടോ. പയ്യെ സൈഡ് ഇടിക്കാണ്ട് നോക്കിയോളൂ. ഞങ്ങൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വീട് ഒരു അണ്ടർഗ്രൗണ്ട് വീടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് കയറണത് മേലക്കോടെയും അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങണത് താഴ്ത്തി കൂടെയാണ് കേട്ടോ. ദൈവം എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണ്ടല്ലോ, വൃത്തിയാക്കടാ. സാരില്ല, കാട്ടണ്ട, വേണ്ട. അപ്പോൾ താഴെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടി പിടിച്ചോളൂ കേട്ടോ. അല്ല, ട്രൈ ലോക്കല്ലേ. ഇറങ്ങിക്കോ. അപ്പോൾ ഞങ്ങൾ താഴെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മേലെ വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെയാണ് കുറച്ചുകൂടി ഞങ്ങൾക്ക് സ്പേസ് ഉള്ളത്, വർക്ക് ഏരിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ താഴെ വയ്ക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ സൈഡിലേക്ക് വെച്ചോ, ലൈറ്റിൻ്റെ താഴെ വെച്ചോ. ലൈറ്റിൻ്റെ താഴെ അമ്മേ ഇതാ ലൈറ്റിൻ്റെ ഇവിടെ വെച്ച് ഈ സൈഡിൽ വെച്ചോ. നമുക്ക് രാത്രി കരയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് അത് നോക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ രാത്രി. ഇത് അത്യാവശ്യം വലിയ കേജല്ലടാ. എന്നുവെച്ചാൽ ഫുൾ സൈസ് ബീഗിളെ നീ കണ്ടിട്ടില്ലേ? ആ ബീഗിളിനൊക്കെ എടുക്കാൻ പറ്റില്ല ഇതില്. മേലെയും ഇതുണ്ടോ? മേലെയും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ലോക്ക് ചെയ്യാം? ഓക്കെ, ഇതിങ്ങനെ വലിച്ചാൽ മതി. നേരത്തെ ലോക്ക് ചെയ്തോണം. പയ്യെ വലിക്കുക, സ്പ്രിങ് പൊട്ടണ്ട. അത് കണ്ട? അപ്പൊ അത് അവിടെ ലോക്കായി. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കൂട് സംഭവങ്ങൾ കേട്ടോ. പേടിപ്പിക്കണ്ട കേട്ടോ. പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കം തന്നെയാ എണീറ്റ്. ഫുള്ള് ഉറക്കാണ് കേട്ടോ. നല്ല ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കാണ്. മൂക്കുമത്തെ പാട് പയ്യെ ആവുന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത്. ആ മൂക്കുമത്തെ പാട് പയ്യെ പിടിച്ചിട്ട് ഇറങ്ങിക്കോ. ഈ ചെപ്പ് നമുക്ക് കളയാം. എടുത്തോ. അടിയിൽ നിന്ന് പിടിക്കുക. കഴുത്തിൽ പിടിച്ച് പൊക്കല്ല കേട്ടാ. അടിയിൽ നിന്ന് പിടിക്കടാ. വീണ്ടും മൂത്രം ഒഴിച്ചാ? ആ വെള്ളം തോരെ കുടിച്ചേ. എന്നാ ഈ പാത്രം ചെപ്പ് കൊണ്ട് കളഞ്ഞോ. അതെ, അതിനെ കൂട്ടിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. നോക്കിയേ, ദൈവേ ആടാ, ദേവി ഉണ്ട് മൂത്രമൊഴിക്കണു. മൂത്രമൊഴിക്കൽ ഇന്നെ പണിയുള്ളതുകൊണ്ട് കേട്ടാ. പേടിച്ചിട്ട് മൂത്രമൊഴിച്ചതാ. പേടിച്ച് മൂത്രമൊഴിച്ചതാ. ഇന്ന് വന്നേ പിന്നെ 3ാമത്തെ തൊട്ടാ മൂത്രമൊഴിക്കണം കേട്ടോ. ഇപ്പൊ സമയമില്ല. സമയം 11:30-12 മണിയാകുമ്പോൾ അടുത്ത ഫുഡ് കൊടുക്കാന്നാണ് പ്ലാൻ ചെയ്തിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂട്ടിൽ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ ആള്. ഇനി ഡാഡി വരുമ്പോഴാണ് ബാക്കി വിശേഷങ്ങൾ അറിയാം. അതെന്തായാലും ഞാൻ കാട്ടി തരാം കേട്ടോ ഒരു വ്ളോഗിൽ. കാല് ഇടയിൽ താഴെ പോണ്ടാ? ഇല്ല അല്ലേ? കാല് ഇല്ല. പയ്യടാ, പേടിപ്പിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഇടി വെട്ടിയിട്ട് പേടിച്ചിട്ടിരിക്കണം കേട്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ നീവണി പേടിപ്പിച്ച് കഴിഞ്ഞാൽ മൂത്രം വൃത്തിയാക്കി ഒരു പണിയാവുന്നുണ്ട് ഇത്. അറിയില്ല ഗൈസ്. ഡാഡി എന്താ പറയാന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാ? ഏയ് പാവം ഡാഡി അല്ലേ നമ്മുടെ. പറയുന്ന തോന്നണല്ലോ, എനിക്കറിയില്ല. അത് പൂച്ചേനെ 4-5 പൂച്ചയ്ക്ക് ഉണ്ടായിരുന്നു. 4-5 പൂച്ച ഉണ്ടായിരുന്നു. എന്നിട്ടാണ് കൊണ്ട് കളഞ്ഞത്. കവറിൽ കൊണ്ട് കളഞ്ഞത്. അത് 4-5 പൂച്ച ഉണ്ടായിരുന്നു കേട്ടാ. ഇതിപ്പോ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ഞാൻ ഡാഡിയുടെ വരുമ്പോ റിയാക്ഷൻ എടുക്കട്ടാ. നോക്കി വെക്കാം. ഞാൻ ഉണ്ടാവും. ഞാൻ ഇല്ലെങ്കിൽ നീ എടുത്തോളോ. ഇത് ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കാട്ടിയരാട്ടാ ഡാഡിയുടെ റിയാക്ഷൻ. അപ്പോൾ പട്ടിക്കുട്ടി ഇവിടെ ഉണ്ട്. പേരിട്ടിട്ടില്ലല്ലോ. പേര് അടുത്ത വ്ളോഗിൽ പറയാം അല്ലേ? അടുത്ത വ്ളോഗിൽ പേര് ഇതായിട്ട് പറയാട്ടാ. അലക്സ വരുന്നു, അലക്സേനെ കൊണ്ടുവരുന്നതാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അലക്സാന്ന് പേരിട്ടാലോ. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അലക്സ, അലക്സ അത് പെൺകുട്ടികളുടെ അലക്സ. അമ്മ ഇത്ര നാളും പറയുന്നുണ്ടായിരുന്നു അലക്സ വരുന്നു, അലക്സ ആയിരിക്കും സർപ്രൈസ് എന്നാ. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് തന്നെ ഇത് പറയില്ല. പേരിടണമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടാ. ആ ഒരു പേര് തന്നെ മതിയോന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഇതാട്ടാ. സോ ഇനി ഡാഡി വരുമ്പോൾ, ഡാഡി രാത്രി വരുമ്പോൾ ഡാഡിയുടെ റിയാക്ഷനും കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. സോ ഡാഡിയുടെ ഡാഡിയുടെ റിയാക്ഷനും എടുക്കാം. 7-8 വർഷത്തിന് ശേഷം മോപ്പ് എടുത്തിരിക്കുകയാണ് ഒരു പട്ടിക്കുട്ടി വന്നത് കൊണ്ട് കേട്ടോ. ദൈവമേ, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ഞാൻ കേട്ടിട്ടില്ലേ. ഒരു 7-8 വർഷം മുന്നേ ഞാൻ ഇവിടെ അടിച്ചുവാരും തുടയ്ക്കും. 10ാം ക്ലാസ്സിന്റെ വെക്കേഷൻ സമയത്ത് 10ാം ക്ലാസ് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിടും. അന്ന് ചെറിയ ഹോട്ടൽ മാനേജ്മെന്റിന്റെ പ്രാന്തോണി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പപ്പി വന്നപ്പോ ഞാനിപ്പോ ഡെറ്റോളിട്ട് തുടച്ചോണ്ടിരിക്കുക. ഡാഡി ഇപ്പൊ വരും കേട്ടോ.
ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഡാഡി വരുന്ന സമയത്ത് ഇവിടെ മണമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഡി തൂക്കി എറിയൂട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് 7 വർഷമായിട്ടായില്ലേ, 10ാം ക്ലാസ്സിന് മുന്നേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മേനെ ഇമ്പ്രസ് ചെയ്യിക്കാനും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. വീട് ഒതുക്കുക, അടുക്കള ഒതുക്കുക, വൃത്തിയാക്കിയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വീണ്ടും ഞാൻ അപ്പൊ അമ്മ പറയണ്ടായിരുന്നു ഈ സാധനം പണിയാണ്, നീ തന്നെ അവസാനം പണിയെടുക്കേണ്ടി വരുന്നുണ്ടാ. ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവരൊന്ന് ഓക്കെ പറഞ്ഞ് കിട്ടണവരെ, അവരൊന്ന് ഓക്കെ പറയണവരെ കേട്ടോ. അപ്പൊ തുടക്കാണ് കേസ്. ഡാഡി ഇപ്പൊ ഒരു മണിക്കൂർ 1-2 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തും. അപ്പൊ ഞാൻ ഇവിടെ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. ഡെറ്റോളിന്റെ മണം, അല്ലെങ്കിൽ പട്ടിയുടെ ഫുഡിന് ഭയങ്കര മണം, ആ പപ്പിക്ക് കൊടുക്കുന്ന ഫുഡിന് ഭയങ്കര മണം. ഈ മീനിന്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുകൊണ്ട് രക്ഷയില്ല. ഡാഡി തന്നെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ഗൈസ് ഡാഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഡാഡി വന്നിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ മുങ്ങി. അവൻ പട്ടീനെ പണി കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി മുങ്ങി അവൻ. എനിക്കറിയില്ല ഡാഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ നോക്കിയിട്ട് വരാം. ആണ് പട്ടിക്കുട്ടി എന്തേ അവൻ വാങ്ങിച്ചതാ. എന്തേ ആ ഇത് മാറ്റണം. ബീഗിള് ഇങ്ങനെ ചെറിയ ബ്രീഡ്. ആ നോക്കേണ്ടി വരും. വലുതായിട്ട് വയ്ക്കണം. ആ കൃത്യസമയത്ത് മുങ്ങിയില്ലേ? കറക്റ്റ് സമയത്തായപ്പോ ആള് മുങ്ങി. ഡാഡി വന്നാ? ഇല്ല, ഡാഡിയൊക്കെ വന്നു. എന്നിട്ട് പറഞ്ഞ ഡാഡി എന്തിനാ പറയാനാ? നീ പട്ടീനെ മാറ്റാനൊക്കെ പറയുന്നുണ്ട്. എന്തിനാണാവും? ആ കാര്യായിട്ട് ആടാ പട്ടീനെ മാറ്റാനൊക്കെ പറയുന്നുണ്ട്. നീ ഫുള്ള് വ്ളോഗ് എടുത്തിട്ടുണ്ടോ ഡാഡിയുടെ? ആ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അല്ലാണ്ട് മുങ്ങിയതൊന്നും അല്ല കേട്ടാ. ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടാ പോയത്, കാരണം അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഡാഡി എന്നിട്ട് പറഞ്ഞ ഇത് പട്ടീനെ എന്താ ഇവിടെ വെച്ചിരിക്കണ, പട്ടീനെ മാറ്റി കൂട് മാറ്റി രാത്രി ഉറങ്ങുമ്പോ ബുദ്ധിമുട്ടായിരിക്കും, ഒച്ച ഭയങ്കര ഒച്ചയാണ് അങ്ങനെ പറയണ്ടേ. കുഴപ്പമില്ല, അത് അറിയില്ല അത് സോൾവ് ആക്കാം. ഇപ്പൊ എന്തിനാ തീറ്റ കൊടുത്താ? ആ പട്ടിക്ക് തീറ്റ കൊടുത്തോ? ഉറക്കണം? ആ ഉറങ്ങാൻ തോന്നുന്നു. സോ ഗൈസ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടാ. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഞാൻ മുങ്ങിയതല്ല, ഞാൻ ചുമ്മാ ഒന്ന് പുറത്ത് വരെ പോയതാണ് കേട്ടാ. കുറച്ച് നേരം വൈകി. 10 മണി. എത്ര മണി? 10 മണിയാ? ഹായ് അമ്മേ. 10 മണിയായിട്ടാ. എല്ലാവരും ഫുൾ കലിപ്പിലാണ്. എന്തായാലും ഞാൻ ആക്ച്വലി ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഭാവിയിലായാലും അർബൻ ഫ്രീ റൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാക്കിൽ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ലൈക്ക് എന്താ പറയുക, ട്രയൽ ഡോഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മാർക്ക് മാത്യൂസും അതുപോലെ തന്നെ വേറെ ഡൗണി ഉണ്ട്, ഒരു സ്പെഷ്യലൈസ്ഡ്. ഏതാ ഒരാളുണ്ട് ലാബർഡോഗിനൊക്കെ, പിറ്റ്ബുള്ളും ലാബിനൊക്കെ നമ്മൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു ട്രാക്ക് പണിയുന്നുണ്ട്, അവിടെ ഒരു ജമ്പും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ പണിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വ്ളോഗിലും പുതിയൊരാളും കൂടി ആയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കണ്ടല്ലോ. സോ അതൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടാണ്. എന്തായാലും സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. അടുത്ത അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് കാണാം.